വയനാട് പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് UDF-ന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടന്നു. അവിടെ നിന്നും കളക്ട്രേറ്റ് വളയൽ സമരം നടന്നു. അവിടെ നിന്നും അറസ്റ്റ് വരിച്ചു പോകും എന്ന് നേരത്തെ തന്നെ പ്രവർത്തകർ നമ്മളോട് വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്നലെ നടത്തിയ രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായാണ് ഇന്നത്തെ കളക്ട്രേറ്റ് വളയൽ. ദുരന്തബാധിതരുടെയും UDF പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം അവിടെ നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറസ്റ്റ് വരിച്ചു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ തീരുമാനങ്ങൾ എത്തി. പക്ഷേ അതിൽ ദുരന്തബാധിതരടക്കമുള്ളവർ സംതൃപ്തരല്ല. ആഷിഖ് റഹ്മാൻ ചേർന്നു. അവിടെ നിന്നും ആഷിഖ്, നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത് പോലെ അറസ്റ്റ് വരിച്ച് പോവുകയാണല്ലേ പ്രവർത്തകർ? DCCയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം ഇപ്പോൾ ഈ പോലീസ് ജീപ്പിലേക്ക് കയറ്റിയിരിക്കുകയാണ്. പ്രവർത്തകർ ഇപ്പോൾ റോഡിലൂടെ ഇപ്പോൾ ദേശീയപാതയിലൂടെ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും രാവിലെയോടെ കൂടി തുടങ്ങിയ സമരത്തിൽ ഇപ്പോൾ ഏകദേശം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഈ സമരം അവസാനിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ച ഈ റോഡിലൂടെ പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്തായാലും ഇന്നലെ തുടങ്ങിയ സമരമാണ്. ഇന്നലെ രാപ്പകൽ സമരം തുടങ്ങി. ഇന്ന് വീണ്ടും അത് ഇപ്പോൾ പ്രവർത്തകരെ കൊണ്ടുള്ള പോലീസ് വാഹനം ഇവിടുന്ന് കടന്നു പോവുകയാണ്. വലിയ പ്രതിഷേധമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനമായും വയനാട് പുനരധിവാസം വൈകുന്നതിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വയനാട് കളക്ട്രേറ്റ് വളഞ്ഞുള്ള സമരമാണ് ഇപ്പോൾ കണ്ടത്. ഇനി ആശാ വർക്കേഴ്സ് ഫെഡറേഷന്റെ ബദൽ സമരത്തിലേക്ക് പോകുന്നു. തിരുവനന്തപുരം AGS ഓഫീസിലാണ് ബദൽ സമരം നടക്കുന്നത്. CITU പിന്തുണയോടുകൂടിയാണ് ബദൽ സമരം നടക്കുന്നത്.